എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാർട്ടറിൻ്റെ ടൂറാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അകത്ത് കുറച്ച് പെയിൻറ്റടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാൾ ഒത്തിരി ക്രയോണൊക്കെ വെച്ച് വരച്ചുള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് പെയിൻറ്റടി കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന്. അപ്പോൾ 30-ാം തീയതി നമ്മൾ ഇവിടുന്ന് പോസ്റ്റിംഗ് ഔട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ ഓർത്ത് നിങ്ങളെല്ലാവരെയും ഒന്ന് ഈ ക്വാർട്ടർ കാണിച്ചു തരാമെന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്കും അതുപോലെ ഞങ്ങളുടെ ക്വാർട്ടറിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ക്വാർട്ടർ വരുന്നത്. ടോട്ടൽ 6 ക്വാർട്ടേഴ്സാണുള്ളത്. ഇതിൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വാർട്ടറാണ് നമ്മുടേത്. അപ്പോൾ ഇതാണ് മെയിൻ ഡോറ്. നമ്മളിവിടുന്ന് കയറി വരുമ്പോൾ ഇതാണ് ഹാള്. നമ്മുടെ ഇവിടെ ഞങ്ങളുടെ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മീഷോന്ന് മേടിച്ചൊരു ഡ്രീം ക്യാച്ചർ എന്നല്ല, ഒരു അങ്ങനത്തൊക്കെയാണ് പേര്, അങ്ങനത്തെ സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ അവിടെ ഇടും, ചിലപ്പോൾ ഇവിടെ ഇടും. ഓരോ മൂന്ന് പോലെ മാറ്റി തിരിച്ചിരിക്കും. പിന്നെ ഇവിടെ എന്നും എൻ്റെ വീഡിയോ കാണുന്ന ജനൽ ഇവിടെയാണുള്ളത്. ഇങ്ങനെ 2 കസേര ഇട്ടിട്ടുണ്ട്, തന്നെ ഉള്ളതാണ്. പിന്നെ ഞാൻ മീഷോന്ന് മേടിച്ച 2 ഇത് ഹാങ്ങിങ് ആണ്. അതിലൂടെ തന്നെ ഇങ്ങനെ ബുദ്ധൻ്റെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് മാളൂരി കിൻഡർജോയുടെ കിട്ടിയ സാധനങ്ങളാണ്. ബാറ്റ്മാനും സ്പൈഡർമാനും അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. 3 ഫോട്ടോ ഫ്രെയിമും മാളൂരി 1ാമത്തെ ബർത്ത്ഡേ നമ്മൾ എടുത്തായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ടത് കൊണ്ടുവന്നു. ഇനി ഇത് ഇതേപോലെ ഇപ്പോൾ പാക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ശനിയാഴ്ച ഇവിടുന്ന് പോവുകയാണ്. അപ്പം അതിന് മുന്നേ ഒന്ന് വീഡിയോ എടുത്തേക്കാൻ പറഞ്ഞ് എടുത്ത് വെക്കുകയാണ്. അപ്പം എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയല്ലോ ഈ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള് വരുന്നത്. അവിടെ നിന്ന് നേരെ വരുമ്പോഴേ ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്. അപ്പം ഇവിടുന്ന് കഥ കൊണ്ടു വരുമ്പോൾ നേരെ നമ്മുടെ ബാൽക്കണിയിലോട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് വലുതൊന്നുമില്ല, ചെറുത്. ഇതാണ് നമ്മുടെ ബാൽക്കണി, ഇത്രേ ഉള്ളൂ. ഒരു പാസേജ് പോലെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ കോമൺ ബാത്റൂം. ഇതാണ് നമ്മുടെ കോമൺ. ഇവിടെ ഒരു ഡോറുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം അവിടെ എന്താന്ന്. അപ്പോൾ ഈ ബാത്റൂമിന് ശേഷം നമ്മുടെ റൂം ഇവിടെയാണ് വരുന്നത്. നമ്മളിവിടെയാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ വരാൻ നേരത്തത് ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രോയറുണ്ട്. ഇവിടെയാണ് നമ്മൾ പൊട്ട് ചീപ്പ് അങ്ങനത്തെ ഒക്കെ വെക്കുന്നത്. പിന്നെ നമ്മുടെ സാധനങ്ങൾ. പിന്നെ ഇത് മാളൂരിൻ്റെ പാവകളാണ് ബർത്ത്ഡേക്ക് കിട്ടിയത്. പിന്നെ ഇതുപോലെ ഒരു ലോക്കറുണ്ട്. ഇതിൽ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിരുന്നത്. അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് ഇപ്പോൾ പോകുന്നത് പ്രമാണിച്ച് ഇനിയിപ്പം കുറച്ച് ഫയലും ബാഗൊക്കെ മാത്രമേ ഇതിനകത്തുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പെട്ടിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ കിടക്കുന്ന ബെഡ് വരുന്നത്. ഇത് തുറന്നിടുമ്പോൾ ഇതിൻ്റെ ഇവിടെ നെറ്റുണ്ട്. കാരണം ഇവിടെ പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളവിടെ ഒരു നെറ്റുണ്ട്, കയറി വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ജനലാണ്. അതാ ഇങ്ങനത്തെ ജനൽ. പിന്നെ ഇവിടെ ഒരു അലമാരി വരുന്നുണ്ട്. അതിനകത്ത് യൂണിഫോമും കാര്യങ്ങളും എല്ലാം ഇവിടെ വെക്കുന്നത്. ഈ മുറിയിലോട്ട് നമ്മൾ കുറച്ച് നാളായിട്ടുള്ള മാറിയത്. നമ്മൾ അപ്പുറത്തെ മുറിയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ചൂട് കൂടിയിട്ട് അവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് രാത്രി മെത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ്. നല്ല തണുപ്പാണ് ഈ മുറിയിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമുണ്ടല്ലോ, ഇത് ഇതുപോലെ ചെറിയ പാസേജ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ ഷെൽഫുണ്ട്. നമ്മളിവിടെ കുറച്ച് സാധനം, പിന്നെ ഹെൽമെറ്റ്, ഇവിടെ കുറച്ചധികം സാധനം ഉണ്ടായിരുന്നു. ഞാനെല്ലാം അടുത്ത് വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഇവിടെ അടുക്കള. പിന്നെ നമുക്കിത് ഈ മുറി കണ്ടിട്ട് അടുക്കള കാണാവേ. അപ്പോൾ ഈ മുറി നമ്മളങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതേ നമ്മൾ പോകാനുള്ള സാധനമൊക്കെ ഇങ്ങനെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ പാക്ക് ചെയ്തില്ല. അപ്പോൾ തുണിയും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാത്രം അത് ഇതൊക്കെയാണ്. പിന്നെ അതെ എന്താ ഇങ്ങനെ 2 ചെറിയ ടൈപ്പ് പോലത്തെ സംഭവമുണ്ട്. പിന്നെ അത് ഇതുപോലത്തെ ഒരു ഡ്രോയർ ഈ മുറിയിലുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഡ്രസ്സ് പോകാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട്. ഇതിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ടു. ഇത് നമ്മുടെ ഒരു അലമാരിയാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഡ്രസ്സൊന്നും ഇല്ല. ഇതിലായിരുന്നു ഡ്രസ്സ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ചെതലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ 2-3 വട്ടം മരുന്ന് അടിച്ച് എന്നിട്ട് മാറി. എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അതിനുശേഷം ഞാൻ ഇതിൽ ഡ്രസ്സ് അങ്ങനെ വെക്കാറില്ല. പിന്നെ നമ്മൾ ചെരുപ്പ് സ്റ്റാൻഡ് സാധാരണ വാതിക്കലാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റത്തില്ല, കാരണം പാമ്പ്, പിന്നെ അതുപോലെ തന്നെ മഴ പെയ്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഹാളിലാണ് വെക്കുന്നത്. അപ്പോൾ ഹാളിൽ ഞാൻ വെച്ചില്ല. ഈ മുറി ഉപയോഗിക്കാത്തതുകൊണ്ട് ഇപ്പം ഈ മുറിയിലാണ്. അപ്പോൾ മറ്റേ മുറി ഉപയോഗിക്കാനപ്പോൾ അവിടെയാണ് ഞാൻ വെച്ചിരുന്നത്. അതേ ഷൂവും ചെരുപ്പൊക്കെ ഇവിടെ വെക്കുന്നത്. ഈ മുറിയിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്.
ചെറിയൊരു കുഞ്ഞു ബാത്റൂം. ഇവിടെ ഹീറ്ററൊക്കെ ഉണ്ട്, കാരണം ഇവിടെ ഡിസംബർ മാസത്തിലൊക്കെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഹീറ്റർ ഇല്ലാതെ പറ്റത്തില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പം ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല കുഞ്ഞു ബാത്റൂമാണ്. അത് കഴിയുമ്പോൾ ഒരു ചെറിയ ബാൽക്കണി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി. ഞാനിത് ഇവിടെയാണ് തുണിയൊക്കെ വിരിച്ചിടും. അതുപോലെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരഴ കെട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെയാണ് തുണിയൊക്കെ വിരിക്കുന്നത്. ഇപ്പം മഴ പെയ്യുമ്പോഴൊക്കെ ഞാൻ ഇവിടെ തുണി വിരിക്കുന്നത്. പിന്നെന്താ, എൻ്റെ എന്നും കാണുന്ന മുല്ല, ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ മിസ് ചെയ്യും. അപ്പോൾ എൻ്റെ മുല്ലച്ചെടിയാണ്, കുറേ മുട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് നേരെ തുറന്നു വരുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ടത്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി എന്ന് പറയാൻ പറ്റത്തില്ല, ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ അഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാതളത്തിൻ്റെ മരമുണ്ട്, അതുപോലെ തന്നെ മാവുണ്ട്. മാതളത്തിൽ ഒരുപാട് കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് വരുന്നതാണ് നമ്മുടെ മെയിൻ ഏരിയ, അടുക്കള. അത് നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് മേടിച്ചാണ് ഇപ്പോൾ പോകുമ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ ഉള്ളി ഇട്ട് വെക്കുന്ന കൊട്ടയാണ്. ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ. പിന്നെ ഇത് ഇവിടെ, അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, മേളിലാണെങ്കിലും ഇവിടെയും. പിന്നെ ഇതൊക്കെ നമ്മുടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, ഇവിടെയൊക്കെ ഉണ്ടോ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഞാൻ ഇവിടെയാണ് പാത്രം വെക്കുക, നമ്മൾ ഉണങ്ങിയ പാത്രമൊക്കെ വെക്കുന്നത്. പിന്നെ എൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗ, നമുക്കല്ലാതെ അല്ലാതെ ഗ്യാസ് സ്റ്റൗ വെക്കാനുള്ളതുണ്ട്. ഇപ്പം എൻ്റെ സിലിണ്ടർ കാലിയായി, ഇപ്പോൾ നമ്മൾ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റൗ ഒക്കെ കഴുകി ഉണക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത്, വാഷ് ബേസിൻ. ഇവിടെ 2 പൈപ്പുണ്ട്. അതുപോലെ ഇത് വാട്ടർ പ്യൂരിഫയറിൻ്റെ പൈപ്പാണിത്, അതിനുള്ള പ്ലഗും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാത്രം വെക്കാനുള്ള ഇതുമുണ്ട്, ഇതിവിടെ ഉള്ളതായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അടുക്കള. അപ്പം ഇത്രയാണ് നമ്മുടെ വാട്ടർ ടൂർ വരുന്നത്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം കൊണ്ട് എന്നോട് ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പറയുന്നുണ്ട് ക്വാർട്ടറിൻ്റെ ടൂർ ഇടണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത്തിരി എടുത്തു വന്നപ്പോൾ ലേറ്റായി പോയി. ഇപ്പം ഈ വരുന്ന 30-ാം തീയതി നമ്മൾ ഇവിടുന്ന് പോസ്റ്റിംഗ് ഔട്ടായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ക്വാർട്ടറിൻ്റെ ടൂർ എടുത്ത് വെച്ചു. അപ്പം നമുക്കും എന്തും എടുത്ത് നോക്കിയാലേ കാണാൻ പറ്റുന്നൊരു മെമ്മറിയാണല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്വാർട്ടർ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.